ഹായ് നമസ്കാരം. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ മുർഷിദ്. നമ്മളിന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻക്യുബേറ്റർ, നമ്മളെ ഈ കോഴിമുട്ടയും കാര്യങ്ങളൊക്കെ വിരിയിക്കണ ഇൻക്യുബേറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ എൻ്റെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ അതിൻ്റെ കോഴിമുട്ട വിരിയിക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. എങ്ങനെ സംഭവം, അതിന് എങ്ങനെയാണ് കാര്യങ്ങൾ വെക്കൽ. ഇൻക്യുബേറ്ററിൽ കുറേ ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ ആളുകൾ ഈ സാധനം ഇൻക്യുബേറ്റർ വേങ്ങി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ ആളുകൾക്ക് ഇതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ. വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മളെ ചാനലിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞതാണ്. നമ്മൾ ഇനി മുതൽ കുറേ വീഡിയോസ് നമ്മൾ ചെയ്യണമെന്ന് കുറേ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന് ചുവന്ന ബട്ടൺ കാണുന്നല്ലോ, ഒന്ന് എനേബിൾ ചെയ്യുക. അതിന് തൊട്ടടുത്ത് കാണണം ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് ആ വീഡിയോയിലേക്ക് ഒന്ന് പോയി കണ്ടു നോക്കിയാലോ. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണണം. നോക്കി എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ ലാസ്റ്റ് വരെ കണ്ടാൽ അതിൻ്റെ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായി കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മളെ ഇൻക്യുബേറ്റർ, അപ്പോൾ ഇത് നമ്മളെ സംഭവം ഇൻക്യുബേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഉൾവശക്കഥ. അപ്പോൾ നമുക്കിത് ഈ അരമണിക്കൂർ, നമ്മൾ കോഴിമുട്ട വെക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് നമ്മൾ ഇൻക്യുബേറ്റർ ഓൺ ആക്കിയിടണം. ഇതിൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ കൂടുതൽ സമയം നിൽക്കാനും. അപ്പോൾ നമുക്ക് ഈ ഇൻക്യുബേറ്റർ ഒന്ന് ഓണാക്കാം. അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെ ഓണാക്കിയാൽ എന്താ വരുന്നത് നമുക്കൊന്ന് അതുമായി ഒന്ന് നോക്കാം. ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാനിത് ഒരു പഴയൊരു ബെഞ്ച് ഉണ്ടായിരുന്നു കുട്ടി പഠിക്കുന്നത്, അപ്പോൾ അതിൻ്റെ മലയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇൻക്യുബേറ്റർ നമുക്ക് ഇതൊന്ന് കുത്തിയാൽ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഓണായി. കാണിച്ചു കൊടുക്കുക. ഇതിൽ ഈ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ടൈമിങ് ഓട്ടോമാറ്റിക്കും 350, 360 ആ ലെവലിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക് സാധനം ചൂടായതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പോൾ ഇത് അരമണിക്കൂർ നമുക്ക് ഇത് ഓണാക്കിയാണ് ഇടാം. അതിന് ശേഷം നമുക്ക് കോഴിമുട്ടയും കാര്യങ്ങളൊക്കെ വെക്കാം. അതിന് മുമ്പ് നമുക്ക് കോഴിമുട്ടമ്മ ചെറിയൊരു മാർക്ക് ഇട്ട് കൊടുക്കണം. മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോഴിമുട്ട ഡെയിലി നമ്മൾ ഒരു 2 സമയം രാവിലെയും വൈകുന്നേരവും കോഴിമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ഒരു സൈഡിൽ എന്തെങ്കിലും ഒരു മാർക്ക് കളർ കൊണ്ടോ പെൻസിൽ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ചെറിയൊരു മാർക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ മാർക്ക് ഇട്ട് കണ്ടേ വെക്കാം. 25 കോഴിമുട്ടകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുമ്മൽ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ചെയ്തിട്ട് നൽകാതെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ആക്കണം. അപ്പോൾ എല്ലാം എടുക്കുമ്പോൾ നല്ല കോഴിമുട്ട നോക്കിയിട്ട് എടുക്കുക. നല്ല കൊത്തുമുട്ട, പ്രത്യേകിച്ച് ഈ കോഴിമുട്ട വെക്കുമ്പോൾ കൊത്തുമുട്ട ആയിരിക്കണം. കൊത്തുമുട്ട പറഞ്ഞാൽ 2 കോഴികളും ചമ്മക്കൻ കോഴിയും 2 ഇണ ചേർന്നുള്ള മുട്ട ആയിരിക്കണം. നമ്മളിത് തോത്തുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് മുട്ട അളകാതെ, സംഭവങ്ങളൊന്നും അളകാതെ, കുഞ്ചും കാര്യങ്ങളൊന്നും അളകാതെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ എല്ലാ മുട്ടയും നല്ലോണം തോത്തിയിട്ടുണ്ട്. ഇതിന്മേത്തെ എല്ലാ ചളിയും കാര്യങ്ങളൊക്കെ ഫുള്ള് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് തോത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം ഒരു പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു കളർ കൊണ്ടോ കൊണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ചെറിയൊരു മാർക്ക്, നമ്മൾ ഡെയിലി രാവിലെ ഒരു സൈഡാണെങ്കിൽ പിറ്റേന്ന് അന്ന് വൈകുന്നേരം വേറെ സൈഡിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ അതിന് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് ഒരു ചെറുതാക്കിയിട്ടൊരു മാർക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരു ചെറിയൊരു വരയോ അല്ലെങ്കിൽ ഒരു തെറ്റോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു മനസ്സിലാവാൻ വേണ്ടി ഇതുമ്മ വരക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് വരക്കണം. അപ്പോൾ ചെറിയൊരു മാർക്ക് എന്തെങ്കിലും ഇട്ടിട്ട് നമ്മളിങ്ങനെ വരച്ചുകൊണ്ട് കൊടുക്കുക. ഇത് എല്ലതും നമ്മൾ ഇതുപോലെ തന്നെ കുറേ ലാസ്റ്റിൽ തന്നെ ഏറ്റവും ലാസ്റ്റിൽ തന്നെ നമ്മൾ ഇതുമ്പോൾ മാർക്കുകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു തെറ്റോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൽ എല്ലാ മുട്ടമ്മലും നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ചെറിയൊരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞല്ലോ, ഇതിൽ മുട്ട നമുക്ക് ഒരു ടൈമിൽ ഇത് രാവിലെയും വൈകുന്നേരം ഈ കോഴിമുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കൊടുക്കണം. ഇത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോഴികൾക്ക് വളരണമെങ്കിൽ 2 സൈഡിലും ഒരുപോലെ തന്നെ ചൂട് തട്ടണം. അതിനാണ് നമ്മൾ ഒരു സൈഡാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇത് തെറ്റിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നമുക്ക് ആവശ്യത്തിന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഒരു സൈഡിൽ തെറ്റിട്ട് കൊടുക്കുന്നത്.
ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഇൻക്യുബേറ്റർ ഇപ്പോൾ അത്യാവശ്യത്തിന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി അതിൽ കൊണ്ടുപോയിക്കാണ്ട് നമുക്ക് മുട്ട വെച്ച് നോക്കാം. ഇതാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള കമ്പി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിത് മുട്ടയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ താൽക്കാലികത്തിന് ഇതിൻ്റെ ഇൻക്യുബേറ്റർ ഒന്ന് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്യാം. ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മളപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളിതാ വന്ന് നോക്കി ഇതുപോലെ നമ്മൾ കമ്പി വെക്കുക. ഇതിൻ്റെ തൊട്ട് സെൻറ്ററിലായിട്ട് നമ്മൾ കമ്പി വെക്കുക. ഈ കമ്പി വെക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വെക്കണം. അതിന് ശേഷം ഇതാണ് നമ്മളെ കോയിൻ്റെ മുട്ട. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഓരോ സൈഡ് ഇങ്ങനെ മാറാതെ ഇവിടുന്ന് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നല്ല ക്ലിയറിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് ഇടവിട്ടിട്ട് ഒരു ലൈനിൽ 3 ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കുറച്ച് എല്ലാ മുട്ടയും നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്തുകൊണ്ട് നമ്മളെല്ലാ മുട്ടയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടി 2 ഗ്ലാസ് വെള്ളം ഈ ഒരു സൈഡിലും ഈ സൈഡിലും നമ്മൾ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടി ഇതാണ് നമ്മൾ ഹ്യൂമിഡിറ്റിക്ക് വെക്കുന്ന ഗ്ലാസ്സിൽ. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം വെക്കുമ്പോൾ ഒരു ഹാഫ് ഭാഗമായിട്ട് ഫുള്ള് ആക്കേണ്ട ഒരു 3/4 ഭാഗം അതിലൊക്കെ വെള്ളം വെച്ചിട്ട് 2 സൈഡിലും നമ്മൾ നോക്കും എത്ര വെള്ളം വെച്ചാൽ മതി. നമുക്ക് ഇതിൽ കുറയുമ്പോൾ ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ കുറച്ച് കുറയും. അപ്പോൾ ഇത് 2 സൈഡിൽ നമ്മൾ ഈ സൈഡിൽ ഇത് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ അതിൻ്റെ ചൂടാവെള്ളം ഇതുണ്ടല്ലോ അത് തട്ടാതെ ശ്രദ്ധിക്കുക. 3/4 ഭാഗം വെള്ളം വെച്ചാൽ മതി. എന്നിട്ട് അത് മറ്റു സൈഡിലും വെക്കുക. ഇത് ഈ 2 സൈഡിലും ആക്കിയിട്ട് വെക്കുക. അതിന് ശേഷം നമ്മളെ ഇൻക്യുബേറ്റർ മെഷീൻ ഉണ്ടല്ലോ, മെഷീൻ്റെ ഉൾവശം അത് ഈ മുട്ടയിൽ തൊട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെൻസർ തൊട്ടിയില്ല എന്ന് പറഞ്ഞ രൂപത്തിൽ നമ്മൾ വെക്കുക. ഇത് തിരിച്ചു വെച്ചതിന് ശേഷം ഇത് വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച് വെക്കണം. മുട്ടയിൽ തൊട്ടില്ല. അത് തൊട്ടായ വെള്ളം തീരെ അതിൽ ആകാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിച്ച് വെക്കണം. അതിന് ശേഷം നമ്മളെ സ്വിച്ച് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഓഫ് ചെയ്ത സ്വിച്ച്, അപ്പോൾ ഇതുമ്പോൾ തന്നെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ള് നല്ല ചൂടായതിനു ശേഷം ഇത് നമ്മളിനി വൈകുന്നേരം, ഇപ്പോൾ നമ്മൾ രാവിലെ 9 മണിക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം രാത്രി 9 മണി ആ സമയത്ത് നമ്മളിത് ഓണാക്കിയാണ്ട് അതിന് മറ്റു സൈഡിലേക്ക് മറിച്ച് കൊടുക്കുക. അപ്പോൾ മുട്ട ഇളകാതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കോഴിമുട്ടയും കാര്യങ്ങളൊക്കെ ആ മെഷീൻ്റെ ഉള്ളിൽ വെച്ചു. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിമുട്ടയും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മൾ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന നല്ല പ്രദേശത്ത് വെക്കുക. സൂര്യപ്രകാശം നേരിട്ട് തരുന്ന നല്ല ചുമര് ഞാൻ വീടിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ വീടിൻ്റെ മുകളിൽ പറഞ്ഞാൽ 2ാം നിലയുണ്ടല്ലോ അതിൽ വെക്കണം. അപ്പോൾ നമ്മൾ ടെറസുമ്പോൾ നല്ല ചൂടുണ്ടായ പദത്ത് വെക്കുക, സ്ഥലത്ത് വെക്കുക. പിന്നെ അതിനുപരി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ അതിൽ ലിങ്ക് നമ്മുടെ മുകളിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഈ വീഡിയോനെ പറ്റി അഭിപ്രായ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ഞാൻ മുർഷിദ് എം ടി. ബൈ.